കാത്തിരുന്ന് ബസ്സുകാരുടെ ട്രെയിലർ ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാട്ടാ. ഈ ചെങ്ങായിനെ സമ്മതിക്കണം. ഈ ചെങ്ങായി ഉണ്ടല്ലോ, എന്ത് മാസം ലുക്കാ നോക്കി. നല്ല ജാക്കറ്റൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ വരവ് കണ്ടിട്ട് നമ്മൾ കിടുങ്ങിപ്പോയപ്പോൾ പടം എന്തായിരിക്കും. സിനിമയുടെ ഒരു ശകല ഭാഗം ട്രെയിലർ ആയിട്ട് ഇറക്കിയിട്ട് നമ്മളത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരൻ അത് ചെയ്തേക്കുന്നത്. സത്യം പറയട്ടാ, ഈ ചെങ്ങായിനെ കൊണ്ട് നമുക്ക് പഴയ ഈ രാപ്പകല് വേഷം അങ്ങനെയുള്ളൊരു സിനിമയൊന്നും ഇനി പ്രതീക്ഷിക്കണ്ടെന്ന് തോന്നണട്ടാ. എന്താണെന്നറിയോ, കംപ്ലീറ്റ് മാസം പടമാണ് ഈ പുള്ളി ചെയ്തുകൊണ്ടിരിക്കണത്. എൻ്റെ പൊന്നാര മമ്മൂക്ക, നിങ്ങളെ സമ്മതിക്കണം. നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ച്. ഒരു ഇടിപ്പടമാണോ പ്രതീക്ഷിക്കുന്നത്? ഇടി കൊലം മാസമായിരിക്കുള്ളൂ ഈ പടം. ഇടി ഉണ്ടാവും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു, ഇപ്പം നിങ്ങൾ കണ്ണൂർ സ്ക്വാഡ് എടുത്ത് നോക്കിക്കോ, ടർബോ എടുത്ത് നോക്കിക്കോ, ഇപ്പം പിന്നെ എന്താ പറയുക, വേറൊരു പടം കൊണ്ടുണ്ടല്ലോ ഭീഷ്മപർവം. ഇതെല്ലാം എടുത്തു നോക്കിയേ നിങ്ങൾ. ഭീഷ്മപർവം പിന്നെ വേറൊരു ലെവലാണ്, വേറൊരു ലുക്കാണ്. പക്ഷേ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ എനിക്ക് വയ്യ. ടർബോയിലാണെങ്കിൽ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് തന്നെ, വെള്ളമുണ്ട്, ഫുള്ള് വെള്ളമുണ്ടാണ്. ഈ ടർബോ പിന്നെ മറ്റേ ഇത് കണ്ണൂർ സ്ക്വാഡ് പിന്നെ പോട്ടെ, അത് ഒരു പോലീസുകാരനാണ്. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ പണ്ടത്തെ നമ്മുടെ ജോണി വാക്കറൊക്കെ ഇല്ലേ, ആ ഒരു സാധനം പുള്ളി എനിക്കറിയാൻ പാടില്ല. ഈ ചെങ്ങായി ഇത് എന്ത് ഭാവിച്ചാണ് ഇറങ്ങിയേക്കണേന്നാവും. ഈ പ്രായം റിവേഴ്സ് ഗിയറിലേക്കാണെന്ന്. എന്റെ പൊന്ന് മമ്മൂക്ക 37 എന്ത് രസമായിട്ടാ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ചെയ്തേക്കണേ. അപ്പൊ ഇനി പടം ഓണത്തിനായിരിക്കും പടം അല്ലേ? ഓണത്തിന് മിക്കവാറും മമ്മൂക്ക അടിക്കും മോനെ. ഓണം മമ്മൂക്ക തൂക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഈ ഡീൻ ഡെന്നീസ് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടർ അല്ലേ, അദ്ദേഹത്തിന്റെ തന്നെയാണ് സ്ക്രിപ്റ്റും. ഈ പുതിയ പിള്ളേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് പുള്ളിയുടെ ശരിക്കും പറഞ്ഞ ചെറുപ്പക്കാരായിട്ട് കൂട്ടുകൂടിയിട്ടാണ് ഈ ചെങ്ങായിയുടെ മനസ്സ് ചെറുപ്പമായി പോണത്. അത് തന്നെ നല്ലൊരു ഭാഗ്യമല്ലേ. എന്തായാലും ഈ പ്രാവശ്യം ഓണത്തിന് നമ്മുടെ പടം തൂക്കും മോനെ, ഇത് ഉറപ്പാണ്. ബസൂക്ക റൈറ്റ്, വേറെ യാതൊരു ഇതുമില്ല. ഇപ്പൊ അവാർഡ് നിർണയത്തിൽ ലാസ്റ്റ് ഇതിൽ മമ്മൂക്കയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പ്രതീക്ഷയുണ്ടോ മമ്മൂക്ക? എന്താ, നമ്മളത് നേരത്തെ പറഞ്ഞേക്കണല്ലേ, നൻപകൽ നേരത്ത് മയക്കം, പിന്നെ വേറൊരു പടം ഉണ്ടല്ലോ കാതല്, പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, 2 ഉള്ളൂ അല്ലേ? അതിൽ ഞാൻ നേരത്തെ തന്നെ നമുക്കടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കക്ക് തന്നെ കിട്ടണം എന്നുള്ളതാണ്. കാരണം ആ നൻപകൽ നേരത്തെ മയക്കത്തിലൊക്കെ നല്ല എന്താ പുള്ളി ചെയ്തു വെച്ചേക്കണേ. അതൊക്കെ ശരിക്കും ഞാനൊരു കാര്യം പറയാട്ടാ, ഇനി അടുത്ത കാലത്തെങ്ങും മമ്മൂക്കാടെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ഇനി നമ്മൾ പ്രതീക്ഷിക്കണ്ട. എല്ലാവർക്കും, അതായത് ഈ ഇടി കാണാനൊക്കെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്ക എന്ത് ഫൈറ്റ് എന്ത് ഇത് ചെയ്താലും പെണ്ണുങ്ങൾക്ക്, സ്ത്രീ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടമാണ് മമ്മൂക്കനെ. ആ പുള്ളിനെ ഇനി സ്നേഹിക്കാത്ത ആരുമില്ലല്ലോ. പുള്ളി അത്ര നല്ല, എന്താ പറയാ, ഇപ്പം മമ്മൂട്ടിയുടെ കാലമല്ലേ, അവൻ്റെ കാലമല്ലേ എന്ന് പറയണോ അല്ലേ, മമ്മൂക്കയുടെ കാലമാണ്. അപ്പൊ എന്തായാലും ഓണത്തിന് ബസൂക്ക തൂക്കും, ബസൂക്ക തൂക്കിക്കും ഉറപ്പ്. ഓക്കെ.